2-2.5 ലക്ഷം രൂപ മുടക്കി എനിക്കൊരു PC സെറ്റപ്പ് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. മനസ്സിലായ? ഈ റൂം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇത് ഷമീറിൻ്റെ റൂമാണ്. ഞാൻ സാധാരണ ലൈവ് ചെയ്യണത് അവൻ്റെ റൂമിലാണ് ഞാൻ ലൈവ് ചെയ്യണത്. കാരണം ഞാൻ ഷമീറും കിടക്കണത് ഈ ബെഡിലാണ്. ഞാൻ ഷമീറും ഇവിടെ കിടന്നുറങ്ങണത്. ഇപ്പം ഷമീർ ഇല്ല, ഷമീർ നാട്ടിലാണ്. അവൻ നോമ്പിന് നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അവൻ ലൈവ് ചെയ്യണത്. മനസ്സിലായല്ല? അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യണമെന്നുള്ളൂ. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയടാ. എന്തോ WW നോ 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 യെസ് 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 എന്താ എന്തെസ്സാ ഞാൻ അടിച്ചിട്ടാണെന്നാണ് നിങ്ങൾ പറയണത്? അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യണത്. എൻ്റെ ലൈവ് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുമെന്നുള്ളവർ മാത്രം ഇവിടെ കണ്ടാൽ മതി. മനസ്സിലായില്ല? ഇതൊരിക്കലും ഒരു സ്വാർത്ഥത ആയിട്ടുള്ള തീരുമാനമല്ല. അടിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യണത്. മനസ്സിലായ? എനിക്ക് നിങ്ങളെ മുമ്പിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ അടിക്കാതെയാണ് ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യണതെന്ന്. ഞാൻ അടിച്ചിട്ടുണ്ട് മുത്തേ. എനിക്ക് അടിച്ചിട്ട് എനിക്ക് ഓപ്പണായിട്ട് ലൈവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യണം. മനസ്സിലായ? എനിക്ക് എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് ലൈവ് ചെയ്യണത്. എന്താടാ കുറേ കുണ്ണാൾ ചിരിക്കണ? എന്നാ റാംബോ വിഷയം എക്സ്പ്ലെയിൻ പ്ലീസ്. എടാ ഞാൻ എല്ലാവരും പറ്റും ഞാൻ പറയാം 1.5K. എടാ വ്യൂവേഴ്സിനൊന്നും ഇവിടെ ഒരു സ്ഥാനവും ഇല്ലേ മുത്തേ. വ്യൂവേഴ്സിനൊന്നും ഒരു സ്ഥാനവും ഇല്ല മുത്തേ. എൻ്റെ വ്യൂവേഴ്സ്, ഞാൻ ലൈവ് ഇടുമ്പം പറഞ്ഞ വ്യൂവേഴ്സ് മാത്രം ഇവിടെ വന്നാൽ മതി. ബ്രോഡ് ഒരു സൂപ്പർ ചാറ്റ് വന്നിട്ട് 100 rupees. താങ്ക് യു ഫോർ ദ ക്രൈസി ബൂം. താങ്ക് യു ഫോർ ദ സൂപ്പർ ചാറ്റ് ബ്രോ. ഡെയിലി സ്ട്രീം ഹേറ്റേഴ്സ് ഗോണ ഹേറ്റ് ബട്ട് പീപ്പിൾ വിൽ ലവ് യു. WRP ബ്രോ കീപ് ഗോയിങ്. എന്നെ അറിയാമെന്നുള്ളൊരു വ്യക്തിയാണ് ആ സൂപ്പർ ചാറ്റ് ഇവിടെ ചെയ്തേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ വീണ്ടും പറയാം. ഞാൻ ഒരിക്കലും എനിക്ക് മാത്രം വ്യൂവേഴ്സ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ സ്ട്രീം ചെയ്തിട്ടില്ല. മനസ്സിലായ? ഞാൻ സ്ട്രീം ചെയ്യുമ്പം എൻ്റെ കൂടെ ഉള്ളവർക്കും കിട്ടണം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഇവിടെ ഇന്നേ വരെ സ്ട്രീം ചെയ്തിട്ടുള്ളൂ. മനസ്സിലായ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്ത് കുണ്ണയ്ക്കാടെ ഇരുന്ന് ചിരിക്കണ നായ്ക്കളെ, എന്ത് കുണ്ണയ്ക്കാ നീയൊക്കെ ഇരുന്ന് ചിരിക്കണ? ബിയറിൻ്റെ ചിഹ്നം ഇട്ടെന്നും പറഞ്ഞാൽ എനിക്കൊരു പറയുമില്ല. മനസ്സിലായി? ഇത് പറയണാരെന്നറിയാമോ? ഇത് പറയണാരെന്നറിയാമോ? നിനക്കൊന്നും അറിഞ്ഞൂടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എൻ്റെ പേര് നീയൊക്കെ കേട്ടോ. MRS റാംബോ. ഇവിടെ പറഞ്ഞതിന് മുമ്പ് എനിക്കൊരു പേരുണ്ടായിരുന്നു, ശരത്ത്. മനസ്സിലായ? ആ പേരിൽ തന്നെ ഉറച്ച് നിൽക്കാൻ തന്നെയാണ് എൻ്റെ ഇഷ്ടം. റാംബോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗെയിമിംഗ് നെയിമാണ്. അതിൽ നിന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തൊരു പേരാണ് MRS റാംബോ. ഞാൻ ഒരു കാര്യം പറയട്ടാ, നീയൊക്കെ കുറേ എണ്ണം ഇവിടെ മെസ്സേജ് അയക്കണുണ്ട്. എന്താ ഇഷ്യൂ? വാട്ട് ഈസ് ദ ഇഷ്യൂ ബിറ്റ്വീൻ ഷമീർ ആൻഡ് MRS തൊപ്പി? ഞാൻ ഒരു കാര്യം പറയട്ടാ, ഒരു അണ്ടിയില്ല. അവൻ നോമ്പിന് അവൻ്റെ വീട്ടിൽ പോയതാണ്. മനസ്സിലായ? അവൻ നോമ്പിന് അവൻ്റെ വീട്ടിൽ പോയതാണ്. അവൻ തിരിച്ച് ഇവിടെ തന്നെ വരും. അല്ലാതെ അവൻ ഇവിടെ വരാതെ ഒരു കാലിൻ്റെ ഇടയിലും പോകേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായ? അവൻ തിരിച്ച് ഈ വീട്ടിൽ തന്നെ വരും. പിന്നെ ഷമീർ ഇഷ്യൂ പറ. എന്ത് ഇഷ്യൂ? ഇവിടെ എന്ത് അണ്ടി തുറന്നു വെച്ചേക്കണം? ഇവിടെ ഇഷ്യൂ എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് അതങ്ങ് പെരുത്ത് ഇഷ്ടമായേണ്ട കുണ്ണാളെ നിനക്കൊക്കെ. ഇവിടെ ഒരു അണ്ടിയില്ല. നമ്മൾ തമ്മിൽ ഞാൻ, മമ്മു, ഷമീർ, ജാസി, ആദിൽ, മുനു, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലായ? ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരൊന്നുമായിട്ട് നമുക്കൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞാൽ നീ മനസ്സിലാക്കി. ഇവിടെ ഒരു ഇഷ്യൂ ഇല്ല, ഒരു പറയൂല്ല ഇവിടെ. മനസ്സിലായ? ഒരുത്തൻ്റെ ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ചിട്ടാണ് ഇവിടെ ഒരു ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞൊരു സാധനം തുറന്നു വെച്ചേക്കുന്നത്. മനസ്സിലായ? അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നല്ല സമയങ്ങൾ, അവന് പൈസ ഉണ്ടാക്കി അവന് ഒറ്റയ്ക്ക് സന്തോഷകരമായിട്ട് ജീവിക്കേണ്ട സമയത്താണ് അവൻ ഇത് മൊത്തം ഉണ്ടാക്കി ഇവിടെ തുറന്നു വെച്ചേക്കണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. മനസ്സിലായ? അവിടെ ഒരുത്തൻ്റെ ജീവിതത്തിൽ നല്ല സമയം. എനിക്ക് 27 വയസ്സായി. എനിക്ക് അടുത്ത മാസം 28 വയസ്സാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനായിരുന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന പൈസയെല്ലാം എൻ്റെ വീട്ടിലും കൊടുത്ത് എൻ്റെ സന്തോഷമായിട്ട് ഞാൻ വെള്ളം ഓടിച്ച് തീർത്ത് അടിച്ച് പൊളിച്ച് ഞാൻ കളഞ്ഞേനെ. മനസ്സിലായ? ഒരുത്തൻ അത് തീർക്കേണ്ട സമയത്ത് അവൻ്റെ ജീവിതത്തിലെ നല്ല സമയം ഒരുത്തരും ഇല്ലാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് അവ ഇവിടെ ഒഴിഞ്ഞു വെച്ചേക്കാണ്. മനസ്സിലായ? ഉള്ള കാര്യം ഞാൻ പറയാം. ഒരുത്തർക്കും കൊടുക്കാതെ കുറച്ച് സമയം അവ ഇവിടെ ഒഴിഞ്ഞു വെച്ചേക്കണം അവൻ്റെ ജീവിതത്തിൽ. മനസ്സിലായ? അവ എല്ലാവർക്കും PC സ്പെക്കും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി കൊടുത്തിട്ട് അവ ഇവിടെ ഒഴിഞ്ഞു വെച്ച് അവൻ്റെ റൂമിൽ കിടക്കുകയാണ് അവൻ. ഞാൻ ഇത്രയും നാൾ ലൈവ് പറയും,
മൈരും ഞാൻ ചെയ്തില്ല. കാരണം എന്താണെന്നറിയാമോ, അവ സന്തോഷമല്ലാത്ത രീതിയിൽ എനിക്കൊരു ലൈവും ചെയ്യേണ്ട, എനിക്കൊരു വ്യൂസും വേണ്ട, എനിക്കൊരു അണ്ടിയും വേണ്ട. ആദ്യം അത് മനസ്സിലാക്ക്. എനിക്കൊരു അണ്ടിയും വേണ്ട എനിക്കിവിടെ. നീയൊക്കെ ആദ്യം അത് മനസ്സിലാക്ക്. എന്താ അസ്പാക്ക് മുത്തേ, അസ്പാക്ക്, മമ്മു, ജാസി, ആദിൽ, ഇവരെല്ലാവരും നാട്ടിൽ പോയിരിക്കുക. പെരുന്നാളായതുകൊണ്ട് നാട്ടിൽ പോയിരിക്കുക. ഒരു നല്ല പെരുന്നാളാണ്. ഞാൻ ഒരു ഹിന്ദുവാണ്. മനസ്സിലായ? ഇവിടെ പെരുന്നാൾ ആഘോഷിക്കേണ്ട ഒരു തോണ്ടാ. ഇവിടെ പെരുന്നാൾ ആഘോഷിക്കേണ്ട ഒരു തോണ്ട്. അവൻ പെരുന്നാളിന് നാട്ടിൽ പോവാതെ അവൻ്റെ ഉപ്പേനും ഉമ്മേനും കാണാതെ ഇവിടെ കിടക്കുകയാണ് താഴെ. നിങ്ങളാദ്യം അത് മനസ്സിലാക്കുക. മനസ്സിലായ? അവ ഇവിടെ കിടക്കുകയാണ്. പെരുന്നാളിന് അവൻ ഇവിടെ കിടക്കുകയാണ്. എന്തായാലും ഞാൻ ഇവിടെ കാണും. ചാപ്സിനെ ഞാൻ നേരത്തെ വിളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തെക്കാലിൽ കളിക്കാം. അവൻ്റെ കൂടെ തന്നെ ഞാൻ കാണും. മനസ്സിലായ? അവ ഇവിടെ ഉണ്ടവൻ. സീരിയസ് ആയിട്ട് കാര്യം അവൻ ഇട്ടിട്ട് ആരൊക്കെ പോയെന്ന് പറഞ്ഞാലും ആരൊക്കെ പോയില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ കാണും. മനസ്സിലായ? ഞാൻ ഇവിടെ കാണും. ഓരോരുത്തൻ്റെ പെരുന്നാളും കാര്യങ്ങളൊന്നും നമ്മൾക്ക് ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഓണമാണ്. മനസ്സിലായ? ആ ഓണം പോലും മുസ്ലിംസിന് പെരുന്നാൾ എനിക്കറിഞ്ഞൂടാ. എനിക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് എനിക്കറിഞ്ഞൂടാ. അവ ഇവിടെ ഉണ്ട്. അവ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ കാണും. ചിരിക്കേണ്ടവർ ചിരിച്ചോടാ. ചിരിക്കേണ്ടവർ എത്ര വേണമെങ്കിലും ചിരിച്ചോ. ഞാൻ ഒരു കാര്യം പറയാം. മനസ്സിലായ? ഞാൻ ഇവിടെ കാണും. ഞാൻ ഇവിടെ അവൻ്റെ കൂടെ കാണും. അവ എനിക്ക് മാത്രമല്ല, അവൻ ഇവിടെ എല്ലാവർക്കും ചെയ്തിട്ടുണ്ടോ. ആരെങ്കിലും ഒരാൾ ഇല്ലെന്ന് പറയട്ടെ. ഇവിടെ PC എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവ എല്ലാവർക്കും PC എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈവ് ചെയ്യാൻ ആർക്കൊക്കെ ലൈവ് ചെയ്യാൻ താല്പര്യമുണ്ടോ അവർക്ക് എല്ലാവർക്കും. ഷമീറിന് എടുത്ത് കൊടുത്തിട്ടുണ്ട്, എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്, എനിക്ക് ലാപ്പ് എടുത്ത് തന്നിട്ടുണ്ട്, ജാസിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്, മമ്മൂന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവ ഇവിടെ എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ? ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോവേണ്ടി വന്നാലും, മനസ്സിലായ? അവനെക്കുറിച്ചൊരു കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവില്ല മുത്തേ. അവനെക്കുറിച്ചൊരു കുറ്റം പറഞ്ഞിട്ട് ഞാൻ പോവില്ല. ഒന്നുമില്ലാതെ ഇട്ട ഡ്രസ്സ് മാറാൻ പോലും ഇല്ലാതെ ഇവിടെ കൊച്ചിയിൽ വന്നവനാണ്ട മൈരേ ഞാൻ. മനസ്സിലായ? ഇട്ട ഡ്രസ്സ് മാറാൻ പോലും ഇല്ലാതെ ഇവിടെ കൊച്ചിയിൽ വന്നവനാണ് ഞാൻ. മനസ്സിലായ? അത്രയ്ക്കും ദാരിദ്ര്യ അവസ്ഥയിൽ ഇവിടെ കൊച്ചിയിൽ വന്നവനാണ് ഞാൻ വന്നു. എനിക്കൊരു മൈരും ഇല്ലാതെ ഈ കൊച്ചിയിൽ വന്നവനാണ് ഞാൻ. എനിക്ക് സ്വന്തമായിട്ട് ഇടാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സില്ലായിരുന്നു. ഷമീറിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചോ, മമ്മൂൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചോ. ഞാൻ ഇവിടെ ഫസ്റ്റ് വന്ന ദിവസം ഞാൻ മമ്മൂൻ്റെ അടുത്ത്, എടാ എനിക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സ്, എനിക്ക് ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, എനിക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സ് തരുമോ. മമ്മൂൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. മമ്മു എനിക്ക് എടുത്തു തന്ന്, നിയാദിൻ്റെ ഡ്രസ്സ് എടുത്തു തന്ന്. മനസ്സിലായ? ഡ്രസ്സ് എടുത്തു തന്ന്. ആ ഡ്രസ്സ് വിട്ട് ഇവിടെ നിന്ന് തുടങ്ങിയവനാണ് ഞാൻ. ഇന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അലമാരയിൽ എനിക്ക് എത്ര ജോഡി ഡ്രസ്സ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. മനസ്സിലായ? നിങ്ങളൊരിക്കലും ദയവ് ചെയ്ത് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറയാണ്. നിങ്ങൾ ഷമീറിനെയും കുറ്റം പറയണ്ട, നിങ്ങൾ മമ്മൂനെയും കുറ്റം പറയണ്ട, നിങ്ങൾ ആരെയും കുറ്റം പറയണ്ട. എടാ, ഏതൊരു ഗ്യാങ്ങായാലും, ഏതൊരു ഗ്യാങ്ങെന്ന് ഞാൻ പറയൂല മുത്തേ. ഞാൻ ഗ്യാങ്ങെന്ന് ഇവിടെ പറയൂല. മനസ്സിലായി? ഞാൻ ഗ്യാങ്ങെന്ന് ഇവിടെ പറയൂല. ഇത് എൻ്റെ കുടുംബം, മൈ ഫാമിലി. മനസ്സിലായി? ഇത് എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി. മനസ്സിലായി? ഇവിടെ ഉള്ള എല്ലാവരും എൻ്റെ കുടുംബമാണ്. മനസ്സിലായ? അവർക്കിവിടെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയേണ്ട കാര്യം പോലും ഇല്ല. അവർക്കിവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പോലും പറയാതെ ഇത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഒരാൾ താഴെയുണ്ട്. മനസ്സിലായ? വാട്ട് എവർ ഇറ്റ് ഈസ്. എടാ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നമ്മളെ ലൈവിൽ ആരടുത്ത് വേണമെങ്കിലും ചോദിച്ചോ. ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടോയെന്ന് നിങ്ങൾ ചോദിച്ചോ. പിന്നെ അവിടെ ഒരു കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ചെറിയ വാക്ക് തർക്കങ്ങളും എനിക്ക് ചെറിയ പിണക്കങ്ങളും ഉണ്ടാവും. അതുമാത്രമേ ഈ കുടുംബത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുത്തൻ്റെ കുടുംബം അവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ച് മെൽവിൻ വിത്ത് സ്ക്രിപ്റ്റ് ഇവിടെ നിൽപ്പുണ്ട്. മനസ്സിലായ?
ഒരുത്തൻ്റെ കുടുംബം നമുക്ക് വേണ്ടി സമർപ്പിച്ച് ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവർക്കും PC, എല്ലാവർക്കും ലൈവ് ചെയ്യാനുള്ള സംഭവം എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാ. ഇവിടെ ഒരു മാസം വാടക, ഈ വീട്ടിൽ ഒരു മാസത്തെ വാടക, ഇവിടെ ഒരു 12 പേര് 13 പേര് ഇവിടെ ഉണ്ട്. ഒരു മാസത്തെ വാടക ഇവരെല്ലാവരും ചെയ്യണ കറണ്ട് ബില്ല് എല്ലാം നോക്കാം. അവ ഇന്നേ വരെ കണക്ക് പറഞ്ഞിട്ടില്ല മുത്തേ, അവ ഇന്നേ വരെ ഒരു കണക്കും ഇവിടെ പറഞ്ഞിട്ടില്ല. മനസ്സിലായ? അവ ഒരു കണക്കും ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരു പറയും ഇവിടെ പറഞ്ഞിട്ടില്ല. മനസ്സിലായ? ഗ്യാസിൻ്റെ അണ്ടി പോടെ പുണ്ടച്ചു മോനെ. ഗ്യാസില്ല, പറയില്ല. ഗ്യാസ് കിട്ടായില്ല മൈര, ഇല്ലെന്നുണ്ടെങ്കിൽ വാരി എറിഞ്ഞ് ഞാൻ വാങ്ങിച്ചാനെ. മനസ്സിലായ? ബ്ലാക്കിൽ കിട്ടുമോ നോക്കിയിട്ട് പോലും ഇവിടെ ഗ്യാസില്ല. എന്നിട്ട് ദാണ്ട ഇവിടെ ഒരു കുക്കുണ്ട്, ദാ എണീറ്റിരിക്കണ്, തലയിൽ കെട്ടി. മനസ്സിലായ? ഗ്യാസില്ല പോലും. ഗ്യാസില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ എന്തിനാ എന്നെ ഇതിലെടുത്തത്? ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ഇവിടെ ലൈവ് ചെയ്യുന്നതിന് ഇപ്പൊ എന്താ? അതിന് ഓനിക്കും കുഴപ്പമില്ല, വേറെ ആർക്കും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ ഇത്? ഇന്നലെ ഞാൻ കോൾ ചെയ്താണല്ലോ, ഇന്നലെ ഞാൻ വിളിച്ചല്ലോ ഓനെ, ഇന്നലെ ലൈവ് ചെയ്യുന്ന ഇതാ കോൾ ഉണ്ടല്ലോ. ഇതെന്താ ഇത് വേറെ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പക്ഷേ അവന് തിരക്കുണ്ട്, അവന് കുറേ ഷൂട്ടിങ് കാര്യങ്ങൾ അത് ഇത് മറ്റത് മറിച്ച് അവന് തിരക്കുണ്ട്, അവന് ഇതൊന്നും നോക്കാൻ സമയമില്ല. പക്ഷെ ഒരുത്തരെയും ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല. ഇവിടെ ആരെങ്കിലും പറയട്ടെ, റാംബോ കാരണം വിഷമിപ്പിച്ചെന്ന് ആരെങ്കിലും പറയട്ടെ. ഒരുത്തരെയും ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല. മനസ്സിലായ? അവർക്ക് എന്തൊക്കെയാണോ ഈ വീട്ടിൽ വേണ്ടത് അതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ? ഒരുത്തനും ഇവിടെ ഫുഡിന് ഒരു പന്നയില്ല. ഗ്യാസ് ഇവിടെ ഇല്ലാതിരുന്നിട്ട് എത്ര ദിവസമായി? ഇവിടെ ഫുഡിന് എന്തെങ്കിലും പന്നുണ്ടോ? ഇവന് പണി കുറവാണ്. ഇവിടെ എന്നും ഹോട്ടൽ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലായ? എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാറുണ്ടോ മുത്തേ? നിങ്ങൾ അതുകൊണ്ട് ഈ വന്നിട്ട് വാട്ട് ഈസ് ദ ഇഷ്യൂ എന്ന് ചോദിക്കണവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മറുപടി കൊടുത്തത്. മനസ്സിലായ? അല്ല വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ഇവിടെ എന്താ ഇഷ്യൂ? ഇവിടെ മുത്തേ ഒരു ഇഷ്യൂ ഇല്ല. ഷമീർ നാട്ടിൽ പോയി. ഷമീർ നോമ്പിന് ഒരു 2 ആഴ്ച മുമ്പ് അവൻ നാട്ടിൽ പോയി. എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം മുമ്പെന്തോ അവൻ നാട്ടിൽ പോയി. അവൻ വന്നിട്ടില്ല. അവൻ വരും. അവർ 2-3 ദിവസങ്ങൾക്കകത്ത് അവൻ ഇവിടെ തിരിച്ചെത്തും. നോമ്പ് കഴിഞ്ഞിട്ട് അവൻ വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നെത്തും, ചിലപ്പോൾ നാളെ എത്തും, ചിലപ്പോൾ മറ്റന്നെത്തും. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും ഒരിക്കലും ഒരു ഇഷ്യൂ അല്ല മുത്തേ. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങൾ കുറേ വീഡിയോസും അതും ഇതും ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇറക്കാറുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്താണ് പറയണത്. ഇതൊന്നും ഒരു ഇഷ്യൂ അല്ലടാ മുത്തേ. ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല. അതൊരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സാമാന്യ കാര്യം. ചിലപ്പോൾ എനിക്കൊരു വാക്ക് തർക്കം ഉണ്ടാവാം, ചിലപ്പോൾ എനിക്കൊരു വ്യക്തിയെടുത്ത് ഒരു ഇതുണ്ടാവാം. മനസ്സിലായ? അതൊന്നും ഒരു ഇതുമില്ല. ഇതെന്താ ഹെൽപ്പ് ക്വാർട്ടർക്ക് എന്താ പറ്റിയ എന്താ കാര്യം പറ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യും. മനസ്സിലായി? എന്താ ക്വാർട്ടർക്ക് എന്താ ഇഷ്യൂ എന്താ പറ. ക്വാർട്ടർക്ക് എന്താ ഇഷ്യൂ എന്താ? സീരിയസ് ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഇതിൽ ചെയ്യേണ്ടത്? പറയടാ, ക്വാർട്ടർക്ക് എന്താ ഇഷ്യൂ എന്താ? നിങ്ങൾ പറഞ്ഞാലേ എനിക്കറിയാവൂ. ക്വാർട്ടർക്ക് എന്താ ഇഷ്യൂ എന്താ? ഹെൽപ്പ് ക്വാർട്ടർ തൊപ്പിക്ക് എന്താ പ്രശ്നം? മുത്തേ തൊപ്പിക്ക് ഒരു പ്രശ്നമില്ല. മനസ്സിലായ? തൊപ്പിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം അടച്ചു കൂട്ടിയിട്ട് അവന് പോവാ. ബാക്കിയുള്ള എല്ലാവരും വഴിയാധാരമാവും. PC പോയി. ക്വാർട്ടർക്ക് എന്താ PC പോയാ? PC അടിച്ചു പോയാ? എൻ്റെ പൊന്നു മുത്തേ, നിങ്ങൾ എന്താടാ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് എന്താ ഓൻ്റെ അടുത്ത് ഈഗോ ആണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്നെ വളർത്തി എന്നെ ഇതാക്കി ഒരുത്തൻ്റെ അടുത്ത് എനിക്ക് ഈഗോ ആണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്തിനു ഞാൻ ഈഗോ വെക്കണം? എന്തിനു ഞങ്ങൾക്ക് ഓക്കെ എന്നെ ഇതാക്കി ഇത്രയും ചെയ്ത് അവനോട് എൻ്റെ അതും 13 വർഷം 14 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങളിപ്പോൾ അവനെ കാണുന്നത്, നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 3 4 5 അല്ലേ? അത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ വാർനവ ഉണ്ടായിരുന്നല്ല. എനിക്കറിഞ്ഞൂടാ മുത്തേ. ഇതെല്ലാം GTA സംബന്ധിച്ചിടത്തോളം GTA കാര്യങ്ങളെല്ലാം നോക്കണ 2 വ്യക്തികളുണ്ട്. ഒന്ന് മാക്ക്, ഒന്ന് ഷേക്ക്. മനസ്സിലായി? അവർ നമ്മളെ അടുത്ത് പറഞ്ഞാലേ ഈ കാര്യങ്ങളെല്ലാം അറിയാവൂ. നിങ്ങൾ കുറേ പേര് വന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോ ലീവ് MRC ആൻഡ് ഗെറ്റ് PVP പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ് കുറേ മെസ്സേജ് എനിക്ക് അയക്കാറുണ്ട്. എടാ ക്വാർട്ടറിനൊന്നും എന്തേലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഷേക്കിനെ മേക്കിനെ അറിയിക്കുക.
ഞാൻ ലീവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുത്തേ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഐ എം ഫ്രം MRC, മനസ്സിലായ? ഐ എം ഫ്രം MRC ഗ്യാങ്, മനസ്സിലായ? ഈ കൂടെയുള്ള ഒരുത്തരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. ഈ കൂടെയുള്ള ഒരുത്തരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. കൂടെയുള്ള ഒരുത്തർക്കും ഞാൻ മാറ്റിയിട്ട് അവർ ഈഗോ. ആ ഓക്കെ, പറഞ്ഞോ, ഇവിടെ വന്നിട്ട് പറഞ്ഞോ. എനിക്ക് കുഴപ്പമില്ലടാ മുത്തേ, എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാനിത് യൂസ്ഡായി, മനസ്സിലായോ? ഇതിൽ എൻ്റെ ഭാഗത്തൊന്നും തെറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് ഇത് ബോധിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബോധിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ബോധിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇത് ഞാനും ഓനുമായിട്ടുള്ള ചെറിയ ഇതാണ്, അത് നമ്മൾ തമ്മിൽ തീർക്കും. ഇതങ്ങനെ പുറത്തെ പബ്ലിക്കലി ഇതാക്കണം എന്ന് നമുക്ക് താല്പര്യമില്ല. ഈ വിഷയം അറിയിക്കാനോ അല്ലെങ്കിൽ അത് അതിന് മാത്രമുള്ള വിഷയം പോലും അല്ല ഇത്, മനസ്സിലായോ? അതിനും മാത്രമുള്ള വിഷയം പോലും അല്ല ഇത്. നമ്മൾ ഇതായിക്കോളാം, ഇത് നമ്മൾ പബ്ലിക് ഇതായിക്കൊണ്ട്, നമ്മൾ പബ്ലിക്കലി വരുന്ന ആൾക്കാരായിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലൈവ് ഇടുന്ന ആൾക്കാരായിക്കൊണ്ട് എന്താ ഇത് നിങ്ങൾ അറിയുന്നു, മനസ്സിലായോ? അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ അറിയാൻ പോലും പോകുന്നില്ല. എന്ത് ഇഷ്യൂ ഉണ്ടോ? ഞാൻ ഇന്നേ വരെ സീക്കട്ടെ എൻ്റെ വീഡിയോ ഞാൻ കണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, പുറത്തുനിന്നുള്ള ഏതൊരു വ്യക്തിയും വിലയിരുത്തി കാണുന്നത് കണക്കല്ല MRZ ഗ്യാങ്, മനസ്സിലായ? പുറത്തുനിന്നുള്ള ഏതൊരു വ്യക്തിയും വിലയിരുത്തുന്നത് കണക്കല്ല MRZ ഗ്യാങ്. MRZ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അതിൻ്റെ താഴെ കുറച്ച് ആൾക്കാരുണ്ട്, മനസ്സിലായ? അവരെല്ലാവരും ഇവിടെ ഉണ്ട്, മനസ്സിലായ? അല്ല, നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന കണക്കല്ല MRZ ഗ്യാങ്. ഇവിടെ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ പരിഹരിക്കും, പറഞ്ഞ മനസ്സിലായ? അല്ലാതെ പുറത്തോട്ട് പോയിട്ട് എന്ത് ഷമീർ സ്നാക്കറിന് എന്താ അണ്ടിക്കാ നീയൊക്കെ ഷമീറിനെ സ്നാക്കറിന? അവൻ എന്താ MRZ ഗ്യാങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? അവ തൊപ്പിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ആരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, മനസ്സിലായ? നീയൊക്കെ ചുമ്മാ ഷമീറിൻ്റെ ലൈവിൽ ചെന്നിട്ട് ഷമീർ ബാഡ്, ഷമീർ മറ്റത്. എടാ ഞാൻ ഒരു കാര്യം പറയാം, അഞ്ച് വർഷമായിട്ട് RP കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈഗിളിനെ ഷമീറിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ നിൽക്കല് മുത്തേ. RPയിൽ MRZ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഗ്യാങ്ങാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റായിട്ട് വന്നൊരു മെയിൻ ഗ്യാങ്ങാണ് MRZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കുറച്ച് പോരായ്മയും അതിൽ കുറച്ച് കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, മനസ്സിലായ? അത് നിങ്ങൾ തലയിൽ കയറ്റി അതിൽ പ്രതികരിക്കുക. അല്ല ചുമ്മാ വന്നിട്ട് ഇവിടെ എന്താ അണ്ടി കുണ്ണ പറി ഇതൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായി? അവൻ്റെ ലൈവ് ചെയ്യുന്ന അവനെ ലൈവ് അടങ്ങേറായിക്കൊണ്ട്, മനസ്സിലായ? ഷേക്കിനെ കണ്ടുപടി, മാക്കിനെ കണ്ടുപടി, കുണ്ണയെ കണ്ടുപടി, പറയെ കണ്ടുപടി, കൊട്ടയെ കണ്ടുപടി, ഇതൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായ? അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ചെയ്യണുണ്ട്, മനസ്സിലായി? വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് MRZ ഗ്യാങ് ആൻഡ് ഹീ ഈസ് ദ ലീഡർ ഓഫ് MRZ GTA RP ഗ്യാങ്. അത് മനസ്സിലായ? അവൻ ഒരു RP ലീഡർ ആണെന്നുണ്ടെങ്കിൽ അവന് അതിൻ്റേതായിട്ടുള്ള മര്യാദയോട്. അവനിപ്പം കുറച്ച് ഇത് കുറവാണ്, വ്യൂസ് എന്നല്ല ഞാൻ പറഞ്ഞത്, അവനിപ്പം കുറച്ച് എന്തു പറയാൻ വേണ്ടിയിട്ട് അവൻ്റെ ലൈവിൽ ചെന്നിട്ട് ഓരോ ആൾക്കാർ എന്നിട്ട് മാക്കിനെ കണ്ടുപടി, ഷേക്കിനെ കണ്ടുപടി. അവിടെ 5 വർഷമായിട്ട് RP ചെയ്ത് ഈഗിൾ എവിടെ ഇരിക്കണം? നമ്മൾ ഇന്നലെ തൊട്ട് കെയർ ചെയ്തോളൂ, മനസ്സിലായി? അവന് ജീവിതത്തിൽ RP എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അവൻ MRC ഗ്യാങ്ങിൻ്റെ ലീഡർ ആവുന്നതിന് തൊട്ട് മുമ്പ് അവൻ ഇവിടെ വന്നിട്ട് അവൻ പറഞ്ഞു അവൻ ഒരിക്കലും ഗ്യാങ്ങിൻ്റെ RP ലീഡർ അവൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പറഞ്ഞു, നീ അതിനറിഞ്ഞൂടാ? ഞാൻ അവൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പറഞ്ഞു, മുത്തേ നീ ലീഡറാവ്, ഈ വീട്ടിൽ നിന്ന് ഒരാൾ ലീഡറാവണം, നീ ലീഡറാവ്. എനിക്ക് ഈ ലീഡറാവ് ഒരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് ലീഡറാവാൻ അന്ന് താല്പര്യം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഷമീർ അല്ലെന്നുണ്ടെങ്കിൽ തൊപ്പി എന്നെ മാത്രമേ ആക്കോളായിരുന്നുള്ളൂ, മനസ്സിലായ? എന്നെ മാത്രമേ ആക്കോളായിരുന്നുള്ളൂ. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ലീഡറൊന്നും ഒരു പറയുവാവണ്ട. ഞാൻ ഫുൾ സപ്പോർട്ട് ഷമീറിന് കൊടുത്തു. ഷമീറെ മുത്തേ നീ ലീഡറാവ്, മനസ്സിലായ? നീ ലീഡറാവ്. അല്ലാതെ നീ ഈ കുറെ ചാറ്റ് കുണ്ണുകൾ വന്ന് മറ്റേ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മുത്തേ. ഞാൻ അത് മാത്രമേ നിങ്ങളടുത്ത് പറഞ്ഞോളൂ. നിങ്ങൾ ആവശ്യമില്ലാതെ ഒന്നും ഇവിടെ വന്നിട്ട് ഒരു പറയണ്ട, മനസ്സിലായ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തീർത്തോളും. അത് മാത്രമേ ഞാൻ പറയണുള്ളൂ. അവൻ എത്ര ദിവസമായെന്നറിയാമോ അവൻ ഒന്ന് നേരെ സംസാരിച്ചിട്ട്, അവൻ നേരെ ഫുഡ് കഴിച്ചിട്ട്, അവൻ നേരെ ഉറങ്ങിയിട്ട്. എനിക്കതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം, എനിക്കതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നീക്ക് അതാദ്യം മനസ്സിലാക്കടാ. ഒന്നും ഇല്ലാത്തവർക്ക് ഇത്രയും ഉണ്ടാക്കി തന്നടാ. ഒന്നും ഇല്ലാത്തവർക്ക് അവ ഇത്രയും ഉണ്ടാക്കി തന്ന് പിന്നെ അവനെ ഒന്നും പറയണ്ട മുത്തേ. ഞാൻ അത്ര നിങ്ങളടുത്ത് പറഞ്ഞോളൂ. എനിക്ക് ആർക്കും ഇവിടെ ഹേറ്റ് വാങ്ങിച്ചു കൊടുക്കാനോ എനിക്ക് ആർക്കും ഒരു അണ്ടിയും വാങ്ങിച്ചു കൊടുക്കാനോ എനിക്ക് താല്പര്യമില്ല, മനസ്സിലായ?
എന്നെ സംബന്ധിച്ചിടത്തോളം നിയാദ് എന്ന് പറഞ്ഞ വ്യക്തി 100-ൽ 101 മാർക്ക് വാങ്ങിച്ചവനാണ്, മനസ്സിലായ? അല്ലാതെ അവ ഒരു അണ്ടിയും ഉണ്ടാക്കിയിട്ടല്ല ഇവിടെ നിൽക്കണത്. ഒരു ഗ്യാങ് ഉണ്ടാക്കി ആ ഗ്യാങ്ങിൽ ഇത്രയും പേരെ നോക്കണം, 10-12 പേരെ എഡിറ്റേഴ്സ് ഉൾപ്പെടെ ഇത്രയും പേരെ നോക്കണമെന്നുണ്ടെങ്കിൽ അവ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാ. അവൻ്റെ ജീവിതത്തിൽ അവ ഉണ്ടാക്കിയതിൻ്റെ പകുതി കൂടുതൽ അവ ഇവിടെ ചിലവഴിക്കേണ്ട, മനസ്സിലായ? നിങ്ങളത് മനസ്സിലാക്കണം മുത്തേ, നിങ്ങളത് മനസ്സിലാക്ക്. എനിക്ക് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നടാ. കുറേ നാളായി കുറേ ലൈവിൽ വന്നിട്ട് ഇതെന്തണ്ടി, ഇതെന്ത് കുണ്ണ, മനസ്സിലായി? ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ എന്താ പറി എന്നൊക്കെ സംസാരിക്കണ കുറേ എണ്ണം ഉണ്ട്. എനിക്ക് അവരുടെ അടുത്ത് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നടാ. അതുകൊണ്ട് മാത്രമുണ്ട് ഞാൻ ഇത് പറഞ്ഞത്, അല്ല വേറെ ഒരു പറയില്ല. കോൾ തൊപ്പി മുത്തേ, കോൾ തൊപ്പി എന്നല്ല, ഇനി എന്ത് പറഞ്ഞാലും അവനെ ഓക്കെ ആക്കി അവൻ്റെ ലൈവിൽ വരും, മനസ്സിലായോ? അവൻ്റെ ലൈവിൽ വരും. അവനെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അവന് ഒരുപാടൊന്നും വേണ്ട, അവനൊരു ചെറിയ കാര്യം കിട്ടിയാൽ മതി. അവൻ ഭയങ്കര മൈൻഡ് അപ്സെറ്റായിട്ട്, അവനൊരു ചെറിയ കാര്യം മതിയടാ, അവൻ ഭയങ്കര മൈൻഡ് അപ്സെറ്റായിട്ട് അവൻ റൂമിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങൂല. ഞാൻ എൻ്റെ അമ്മ സത്യം, എൻ്റെ പെറ്റമ്മ സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയടാ, അവന് മനസ്സ് വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കൂല, അവൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല. നമ്മൾ ഇത്രയെന്ന് പറഞ്ഞാൽ അവൻ്റെ റൂമിൽ പോയി വിളിക്കാൻ പറ്റുമോ? അവൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല, അവൻ്റെ റൂമിൽ മാത്രമായിരിക്കും. അവൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളടുത്ത് അവ ഒന്ന് ചിരിച്ച് കണ്ടോണ്ടല്ലേ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, അവ ഒന്ന് ചിരിച്ച് കണ്ടോണ്ടല്ലേ, എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൂമെൻ്റ് അതാണ്, മനസ്സിലായ? എനിക്ക് കൂടുതലൊന്നും പറയണ്ട മുത്തേ, എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ലൈവ് വന്നത്. ഫ്രീക്കിൻ്റെ അണ്ടി ഇതെന്താണ്? പകുതി ചട്ടിയാ? ഇതെന്താടാ പുണ്ടച്ചി മോനെ? മച്ചു ഫ്രീക്കിംഗ് ആണോ? എൻ്റെ പകുതി ചട്ടി എടുത്ത്, ഇതാര ചട്ടി? നിന്റെ തന്നെ. വാട്ടവർ, എനിക്ക് അറിഞ്ഞൂടാ മുത്തേ, എനിക്ക് അറിഞ്ഞൂടാ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഡബ്ല്യു എനിക്കറിയാൻ വിഷമിപ്പിക്കണമെന്നും ഇഷ്ടമല്ല. ലോഗോ കോൾ ക്വാർട്ടർ മുത്തേ, ക്വാർട്ടറിൻ്റെ നമ്പർ എൻ്റെ ഇല്ല. എൻ്റെ അമ്മ സത്യം, ക്വാർട്ടറിൻ്റെ നമ്പർ എൻ്റെ ഇല്ല. ഉണ്ടായിരുന്നു. അവൻ എന്താ ഇഷ്യൂ, എന്താ അവൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മാക്കിൻ്റെ അടുത്തും ഷേക്കിൻ്റെ അടുത്തും പറയാൻ പറ, മാക്കിൻ്റെ അടുത്തും ഷേക്കിൻ്റെ അടുത്തും പറയാൻ പറ. അവൻ എന്ത് ഇഷ്യൂ ആയാലും തീർത്തു കൊടുക്കും. നിങ്ങളിവിടെ ഒന്ന് കോൾ എന്നൊന്നും പറയണ്ട. അവൻ്റെ എന്ത് ഇഷ്യൂ ആണോ, അവന് എന്ത് ഇഷ്യൂ ആണോ അതിവിടെ തീർത്തു കൊടുക്കും. എടാ മൈര അടിക്കണ ക്വാർട്ടറല്ലേ ഇത്, നമ്മൾ GT RP കളിക്കുന്ന ഒരു ക്വാർട്ടറാണ്. ഷീ അല്ലടാ മൈര, ഹീ, അവ ആണാണ്. ഷീസൂന്ന് നിനക്ക് ഞാൻ എന്ത് മറുപടി പറയാനാണ്? PC അടിച്ചു പോയി ക്വാർട്ടറിൻ്റെ. അവനെ വിളിക്കാൻ പറയണം, അവനെ ഷേക്കിനെ മാക്കിനായിട്ട് ബന്ധപ്പെടാൻ പറ, മനസ്സിലായ? ഷേക്കിനെ മാക്കിനായിട്ട് ബന്ധപ്പെടാൻ പറ. റാംബോ നോമ്പ് മൊത്തം എടുത്തോ മുത്തേ? ഒരു നോമ്പിലൊന്നും ഒരിതും കാണിച്ചിട്ടില്ല. എൻ്റെ താടി മീശ നിങ്ങൾ കണ്ടല്ല, എത്ര നാളായിട്ട് ഞാൻ ഷേവ് ചെയ്യുമൊന്ന് കട്ട് ചെയ്യുമൊന്ന് ലെവൽ ചെയ്യുക ഒരു പറയും ഞാൻ ചെയ്തിട്ടില്ല, മനസ്സിലായ? നോമ്പ് എടുക്കുമെന്ന് പറഞ്ഞാൽ മൊത്തം നോമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നോമ്പ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം നോമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതൊന്നും സെറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ആര് കാണാം? എനിക്ക് ലൈനും ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, 28 വയസ്സായി. 28 ആവും, അടുത്ത മാസം 28 ആവും. എടാ മൈലേ, നിന്നെ കാണാടാ, ഇതാ നിന്നെ കാണുന്നത്. ഇതിലെന്താ, ഇതിൽ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ള? പകുതി ചട്ടി ഇട്ടിട്ട് കുണ്ണോനുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി പിടിച്ചെന്നും പറഞ്ഞ് എന്നെ കുണ്ടനെന്നും പറയല്ലേ. എടാ ഇതെല്ലാം പറയാൻ നിങ്ങളാരാ? ഗോവാക്ടോ എൻ്റെ വീടാ, ഞാൻ അവിടെ പോകും. ഇതെൻ്റെ രണ്ടാമത്തെ വീടും. ഇത് ഞാൻ പോവാണ്ട് അത് ഞാൻ VC എന്താ VC എന്താ? ഞാൻ കയറാം. VC എന്താ? VC കയറാം. വെയിറ്റ് ആക്ക്. അവിടെ VC-യിലായ റേയാൻ മാത്രമേ ഉള്ളൂ, അവൻ ഡഫാ, വേറെ ആരും DC-യിലില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ. തെക്കാലുണ്ട്.